തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റിലും ഗോഡൌണിലും വൻ തീപിടുത്തം. 10 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് വിവരം. തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റിലും അതിനോട് ചേർന്നുള്ള സംഭരണശാലയിലുമാണ് വൻ തീപിടുത്തം നടന്നത്. ജവാൻ മദ്യനിർമ്മാണശാലയായ പുളിക്കീഴിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന് സമീപം പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിനോട് ചേർന്നു തന്നെയാണ് സംഭരണശാലയും പ്രവർത്തിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും സംഭരണശാലയും പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിബാധയിൽ 10 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികളും നടന്നുവരികയായിരുന്നു. മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്നതോടെ ആളിക്കത്തുകയായിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സംഭരണശാലകളിലൊന്നാണ് പുളിക്കീഴിലേത്. കോടിക്കണക്കിന് രൂപയുടെ മദ്യം കത്തിനശിച്ചു. തിരുവല്ല, പത്തനംതിട്ട, അടൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭരണശാലയിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഏറെക്കുറെ കത്തി നശിച്ചതായാണ് വിവരം. ഔട്ട്ലെറ്റിലേക്ക് തീ പടരുന്നതിന്റെ തീവ്രത മനസ്സിലാക്കിയ ജീവനക്കാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചത്. മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്നത് കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ പണിപ്പെടേണ്ട സാഹചര്യവുമായിരുന്നു. തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെ തീപിടുത്തത്തിന് കാരണമായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.